വീഡിയോ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവം ഞാൻ ഇന്ന് ചെയ്യാൻ പോവാം. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരിടത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യം ഞാൻ പയ്യെ കാണിക്കാം. അപ്പോൾ ഞാൻ രാവിലത്തെ ഭക്ഷണവും എല്ലാം പെട്ടെന്ന് കഴിച്ചിട്ട് പോട്ടെ. അങ്ങനെ എൻ്റെ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഊബർ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാനുള്ളതായി. ഞങ്ങളുടെ ഇവിടെ നിന്നൊരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതെ ഗായ്സ്, ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകാൻ പോവാണ്. ട്രെയിനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു, പിന്നെ ഫ്ലൈറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്തെങ്കിലും. അങ്ങനെ ഫ്ലൈറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ട്രെയിനിലാണെങ്കിൽ ഒരു 1.5 ദിവസം ഉണ്ട് അങ്ങോട്ടുള്ള യാത്ര. അപ്പം പിന്നെ ഫ്ലൈറ്റിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക്. പിന്നെ പിള്ളേരെല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് വെച്ച് കയറുമ്പോൾ ചെറിയൊരു വണ്ടർല സീനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, കയറുമ്പോഴും വണ്ടർല ഇറങ്ങുമ്പോഴും വണ്ടർലയുടെ റൈഡുകളൊക്കെ ഓർക്കാണ്. എനിക്കിപ്പോൾ വണ്ടർല കാണുന്നത് തന്നെ എനിക്ക് പേടിയാണ്, പക്ഷേ എന്നാലും കയറണമല്ലോ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അങ്ങനെ ഞാൻ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഫ്ലൈറ്റിന് ഒരു 2 മണിക്കൂർ മുന്നേ നമ്മളവിടെ എത്തണമെന്നുണ്ട്. അങ്ങനെ നേരത്തെ എത്തി വെറുതെ പോസ്റ്റ് അടിച്ച് തന്നെ ഇരിപ്പായിരുന്നു, പരിപാടിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നൊക്കെ നടന്ന് അവിടെ എല്ലാം വീഡിയോ എടുത്ത് ചുമ്മാ തന്നെ ഇരിപ്പ് തന്നെയായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാനും മമ്മിയും മാത്രമേ ഉള്ളായിരുന്നു ഇതുവരെ ഇതിനകത്ത് കയറാത്ത. ഇനി ഞാനും കൂടെ കയറി, ഇനി എനിക്ക് മമ്മിയും കൂടെ കയറണം, അതൊരു സംഭവം കൂടെ ഉള്ളു. പിന്നെ മമ്മിയൊക്കെ വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ വേറെ ഫ്ലൈറ്റ് ആയിട്ട്, നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് അവിടെ പോയി നിന്ന് കാണാനൊക്കെ പറ്റും, അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കാണുന്ന ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറാൻ പോകുന്നത്, ഞാൻ വിചാരിച്ച് ബസ്സിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ കയറ്റുന്നത്. സംഭവം അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മളങ്ങനെ നേരെ കയറി. എയർ ഹോസ്റ്റസ്മാർ 1-2 കൊള്ളായിരുന്നു. പിന്നെ അതിനകത്ത് ഇങ്ങനെ ഒരു ബുക്കുണ്ട്, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ ഇൻഫർമേഷൻസൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉള്ള ഒരു ബുക്കുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ഞാൻ ബുക്ക് ചെയ്യാൻ നേരത്തെ വിൻഡോ സീറ്റ് നോക്കിയപ്പോൾ എക്സ്ട്രാ 400 റുപ്പീസൊക്കെ കൊടുക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ ഭാഗ്യം സൈഡ് സീറ്റ് തന്നെ കിട്ടി. സൈഡ് സീറ്റിൽ നിന്ന് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ ആദ്യമായിട്ടാണ് കയറുമ്പോൾ ഉണ്ടല്ലോ ഒരു ചെറിയ ഒരു ഉമ്മിണി ഒരു വണ്ടർല വൈബ് കിട്ടും. വണ്ടർലയിൽ മറ്റൊരു റൈഡിൽ കയറുന്ന വൈബ് ചെറുതായിട്ട് കിട്ടും, ഒരുപാടില്ല, ചെറുതായിട്ട്. പിന്നെ ഇറങ്ങുമ്പോഴും ചെറിയൊരു വണ്ടർല വൈബ് കിട്ടും. അല്ലാതെ ഒരു പ്രശ്നമില്ല, അടിപൊളിയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് കിടുകിടുകിടുകിടാന്നൊന്നും ഒരു കുലുക്കമുണ്ട്. അപ്പം ഞാൻ പേടിച്ചേട്ടോ. അപ്പോൾ അവർ പറയും ചെയ്യും സീറ്റ് ബെൽറ്റൊക്കെ ഇടണമെന്നൊക്കെ. അവരെല്ലാം കൃത്യമായിട്ട് പറയും എത്ര ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് എന്തോ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കേട്ട് 900 കിലോമീറ്ററിലൊക്കെ പോകണേ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെല്ലാം പറഞ്ഞൊക്കെ തരും. നമ്മൾ ഇത്ര ഇതിൽ നിന്ന് മണ്ടയിലാണ് നിൽക്കുന്നത്, എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നല്ല രസം. എനിക്കിങ്ങനെ തോന്നിയെന്നറിയോ, ഇല്ല പഞ്ഞിമുട്ടായി ഇല്ല, വെള്ള പഞ്ഞിമുട്ടായിയൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ആദ്യമേ ശരിക്കും പറഞ്ഞാൽ 3:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ 3:30 പോയി 6:30 എത്തുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ നൈറ്റ് വ്യൂ കിട്ടത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ എന്തോ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ പാടായിരുന്നു, പക്ഷേ എനിക്ക് അത് നൈറ്റിൻ്റെ വ്യൂവും കാണാൻ പറ്റി. കണ്ടോ കുറേ പഞ്ഞിമുട്ടായികൾ വെച്ചേക്കുന്ന പോലെയല്ലേ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്, ഭയങ്കര. ഇത് ഞാൻ 2x ഇട്ടേക്കോ, നല്ല സ്പീഡിലിട്ടേക്കോ, അതുകൊണ്ട് എത്രയെങ്കിലും നിങ്ങൾക്ക് ഇത് കാണുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ സ്പീഡ്, അനങ്ങുന്നേ ഇല്ല, നമുക്ക് ഒട്ടും അറിയാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ 2x ഇട്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും അറിയാതിരുന്നാൽ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം സ്പീഡിലിട്ടേക്കോ, അങ്ങനെ കാണാൻ പറ്റുന്നത് ഇതൊക്കെ. പിന്നെ എനിക്ക് ഈ ഫ്ലൈറ്റിൽ എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇതൊട്ടും സ്പേഷ്യസ് അല്ല. അറിയത്തില്ല, ചിലപ്പോൾ നമ്മൾ വില കുറഞ്ഞത് നോക്കി എടുത്തുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഒട്ടും സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. ബിസിനസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4 അങ്ങോട്ടേ ഉള്ളായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ 2-3 TV അത്രേ ഉള്ളായിരുന്നു. 2-3 ഓരോ സീറ്റിനെവിടെയും TV. ഇതിനകത്ത് ഓരോ സീറ്റിനെവിടെയും TV അങ്ങനൊന്നും ഇല്ലായിരുന്നു, നോർമലുള്ളതിന്. എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. കാരണം ഫ്രണ്ടിലുള്ള ആൾ ഇങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കിലുള്ള ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. എനിക്കിങ്ങനെ ഉണ്ടായിരുന്നതോട് പറഞ്ഞതാണ്. പിന്നെ നൈറ്റ് വ്യൂ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഒരു ഫുഡും വാങ്ങിയില്ലായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ ഫുഡ് നോക്കിയപ്പോൾ 800 എങ്ങാണ്ട് കിടക്കുന്നുണ്ട്, മീൽസിലാണെന്ന് തോന്നുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല, നമുക്ക് ഇച്ചിരി നേരമല്ലേ ഉള്ളൂ, 3 മണിക്കൂറല്ലേ ഉള്ളൂ, വേണ്ടെന്ന് വെച്ച്. പിന്നെ അല്ലാതെ അവർ ഫ്ലൈറ്റിൽ തന്നെ ഫുഡ് കൊണ്ടുതരും, അപ്പോൾ നമ്മൾ പൈസ അടച്ചാൽ മതി.
ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മളൊരു കപ്പ് നൂഡിൽസ് വാങ്ങത്തില്ലേ 100 രൂപയുടെ, ആ സാധനം ഇവിടെ 300 രൂപ. ഭയങ്കര വില കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. അങ്ങനെ ഒരു 3-3.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. പിന്നെ നേരത്തെ നമുക്ക് മറ്റേ അടുത്ത് ബസ് കയറി പ്ലെയിനിലെത്താൻ പറ്റിയില്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നില്ല, അത് മാറി. ഇവിടുന്ന് ബസ് കയറിയിട്ട് തന്നെ അവിടെ എത്തേണ്ടടുത്ത് എത്തി കേട്ടോ. അങ്ങനെ എത്തേണ്ട അടുത്തെത്തി. അങ്ങനെ അവിടുന്ന് ഒരു 1 അവർ യാത്ര ഉണ്ടായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോകാൻ. അവിടുന്ന് പിന്നെ ടാക്സിയൊക്കെ കുറേ വിളിച്ചു, പക്ഷെ അതൊന്നും എടുക്കാൻ നമ്മൾ ഊബറിൽ തന്നെ പോയി. നമ്മൾ പരിചയമില്ലാത്ത സ്ഥലമല്ല, അപ്പം അങ്ങനെയൊന്നും പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഊബർ എടുത്ത് നേരെ പോയി. പിന്നെ എനിക്ക് തോന്നി ഈ നാട്ടിൽ അവർക്ക് നോയിസ് പൊല്യൂഷൻ എന്താണെന്ന് അറിയില്ലെന്ന് തോന്നുന്നു. അതുപോലെ ഇങ്ങനെ ഞെക്കി പിടിച്ച് ഓടിക്കുന്നു, വണ്ടി നശിച്ച് പോകത്തില്ല, അവർക്കതൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറേ അടിപൊളി സ്ഥലങ്ങൾ കണ്ടു കേട്ടോ. നൈറ്റ് വ്യൂ അടിപൊളിയായിരുന്നു, അതുകൊണ്ട് നൈറ്റ് വ്യൂവും കാണാൻ പറ്റി. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണാൻ ഭയങ്കര എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ്. ഹോട്ടലാണെങ്കിലും അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ, എല്ലാം പ്രത്യേക ഭംഗി. ഇത് തന്നെ കണ്ടോ, നല്ല രസമില്ലേ, ദൂരേന്ന് കണ്ടത് എന്തോന്ന് പോലും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ പയ്യെ എത്തി. ഹോട്ടലിലാണെങ്കിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഇച്ചിരിയെങ്കിലും വൃത്തിയുള്ളത് കണ്ടുപിടിച്ചത്. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നമ്മുടെ തന്നെ വിരിച്ച് കുറേ കഷ്ടപ്പെട്ടാണ് ഇത്രയും വൃത്തിയുള്ളൊരെണ്ണം കിട്ടിയത്. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ കിടന്ന് വേറൊന്നും കഴിക്കാവുന്നൊന്നുമില്ല, അവിടെ വാങ്ങി കഴിക്കാനും പേടിയാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് വീഡിയോസൊക്കെ ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.